Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ SSC GD 2025ന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വാക്കൻസീസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ് സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആണല്ലേ. SSC GDക്ക് എത്ര സ്റ്റേറ്റ് വൈസ് വാക്കൻസീസ് ഉണ്ടെന്ന് അപ്പോൾ അത് അറിയാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ SSC GDയുടെ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ്. കാരണം നമുക്ക് ഇത്രയും സ്റ്റേറ്റ്സ് ഉള്ളതിൽ എല്ലായിടത്തും വാക്കൻസീസ് വിളിക്കുക. ഓൾ ഇന്ത്യ വാക്കൻസി ആയിട്ടാണ് നമ്മൾക്ക് നോർമലി പറയുന്നത്. പിന്നെ എന്താ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാക്കൻസി നമ്മളിപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമുക്ക് കേരളയുടെ വാക്കൻസി അറിയണമെന്ന് പറയുന്നത്. കാരണം സ്വന്തം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം, ഇനി വേറൊരു സ്ഥലത്ത് പോയി കിടന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യ, സ്വന്തം വീടിൻ്റെ പരിസരത്തിൽ തന്നെ ആയിരിക്കണം വർക്ക് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് വാക്കൻസീസ് സ്റ്റേറ്റ് വൈസ് വാക്കൻസി നോക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നോക്കി വെറുതെ നിങ്ങൾ കോൺഫിഡൻസ് ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. വാക്കൻസീസ് അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇല്ലെങ്കിൽ എവിടെ ഉണ്ട് ചാൻസ്, ഓൾ ഇന്ത്യ വാക്കൻസിയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മെയിലിനും ഫീമെയിലിനും ഉള്ള വാക്കൻസി ലിസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മുടെ കാറ്റഗറി ഏതൊക്കെയാണ്? BSF ഉണ്ട്, CISF ഉണ്ട്, CRPF ഉണ്ട്, SSB, ITBP തുടങ്ങിയ നിരവധി പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത് അല്ലേ. ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റുകളാണ് വരുന്നത്. അതിൽ BSFനാണ് എപ്പോഴും വാക്കൻസീസ് കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ബോർഡറിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം അല്ലേ. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, മെയിലിന് എത്ര വാക്കൻസി ഉണ്ട് കണ്ടോ, 13,306 എന്ന് പറയുന്ന രീതിയിൽ 13,000 പ്ലസ് വാക്കൻസീസ് ആണ് പറയുന്നത്. 13,000 പ്ലസ് വാക്കൻസീസ് ആണ് പറയുന്നത്. അതേസമയം CRPFനും അതുപോലെ തന്നെ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 11,299, 11,000 പ്ലസ് വാക്കൻസി. 13,000 പ്ലസ് വാക്കൻസിയും 11,000 പ്ലസ് വാക്കൻസി. മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വാക്കൻസീസ് തന്നെയാണ് അത് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഓവറോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളതും എന്ത് തന്നെയാണ്, BSF തന്നെയാണ്. ഫീമെയിൽ കാറ്റഗറി എടുത്താലും ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയ BSF തന്നെയാണ്. 2,348 വാക്കൻസീസ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പോകുമ്പോൾ ഉള്ള റിസ്ക് ഫാക്ടർ അറിഞ്ഞിരിക്കണം. ബോർഡറിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ, അല്ലാതെ ഏറ്റവും മാർക്ക് കുറഞ്ഞ, ഇപ്പം നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ GDയുടെ കട്ട് ഓഫ് എപ്പോഴും എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ 160-നാണെങ്കിൽ 60 വരുന്ന ടൈമുണ്ട്, 50 വരുന്ന ടൈമുണ്ട്, 75 വരുന്ന ടൈമുണ്ട്. അങ്ങനെയൊക്കെ പല രീതിക്ക് മാർക്ക് മാറി മാറി വരാം. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സേഫ് സ്കോർ ആയിട്ടുള്ള ഒരു 100 റേഞ്ചിലേക്ക് പഠിക്കുക. കാരണം ഈസി ആണ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK എന്ന് പറയുന്ന ഒരു ലെവലിൽ ഏറ്റവും ബേസ് ലെവൽ 10th ലെവൽ ബേസിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ 100 മാർക്സ് വാങ്ങിക്കാൻ നോക്കുക. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നമ്മുടെ സെക്ഷൻ കട്ട് ഓഫ് പോലെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് വൈസ് വാക്കൻസി പോലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടും. ആ ഒരു രീതിയുണ്ട്. പിന്നെ കേരളയിലാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേരളയിൽ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇത്ര സീറ്റിനുള്ളിൽ നമുക്ക് ജോലിയും കിട്ടും. ഇത് ഓൾ ഇന്ത്യ വാക്കൻസിയാണ് കേട്ടോ പറയുന്നത്. അതിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഫസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു 3-മോ 4-മോ, കാരണം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ചിലപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞു വരും. ആ ഒരു പോയിന്റ് കൊണ്ടാണ് എല്ലാവരും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കാണ്ട് വെറുതെ റിസ്ക് എടുത്ത് ലൈഫ് നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, 23 വയസ്സിലൊക്കെ 18 to 23 വയസ്സ് വരെ ഉള്ളവരാണ് കയറുന്നത്. അപ്പോൾ അപ്പോഴേ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളൊരിത് വേണ്ട. നമുക്ക് അഥവാ ഇനി മാർക്ക് കിട്ടാതെ വരുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ആദ്യമേ പ്രിഫറൻസ് ആയിട്ടൊന്നും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരുപാട് വയ്ക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ജോലിയാണ് ഇഷ്ടം എന്ന് തോന്നുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വെച്ചോളൂ. കാരണം ഇത്തരം വാക്കൻസി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഫീമെയിൽസ് അത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. മെയിൽ കാറ്റഗറി അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഫീമെയിൽസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു കാര്യത്തിൽ. 2,348 വാക്കൻസീസ് അവിടെയും. അതുപോലെ തന്നെ ഫീമെയിലിന് പിന്നെ വന്നിട്ടുള്ളത് CISF ആണ്. CISF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് വരുന്നത്. ഒന്ന് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രി പരമായിട്ടുള്ള സെക്ടറിൽ ISR പോലെയുള്ള ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് കമ്പനീസ് അങ്ങനത്തെയൊക്കെ സെക്ടറൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ജോലി കിട്ടുന്നതാണ് CISF എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ടുള്ള ജോബാണ്. ഈവൻ ഫീമെയിൽസിനായാലും അതെന്താണ് സേഫാണ്. പക്ഷെ മാർക്ക് എന്തായിരിക്കും, കട്ട് ഓഫ് അത്യാവശ്യം കൂടുതലായിരിക്കും. 100+ കട്ട് ഓഫ് ആയിരിക്കും എപ്പോഴും CISFന് വരുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും CISF തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് CRPFും അത്യാവശ്യം നല്ല ജോലി തന്നെയാണ്. നിങ്ങൾക്കറിയാം, ആ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ തന്നെ അത്യാവശ്യം നമ്മൾ വീണ്ടും ഒരു എഫേർട്ട് എടുക്കുന്ന BSF പോലെ തന്നെ എഫേർട്ട് എടുക്കുന്ന ഒരു ജോലിയാണ് CRPF എന്ന് പറയുന്നത്. 11,000 പ്ലസ് വാക്കൻസീസ് മെയിൽ കാറ്റഗറിക്കുണ്ട്.
കൊടുക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പം വാക്കൻസി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് BSFനും CRPFനും പിന്നെ CISFും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഏകദേശം ഒരു ലെവലിൽ തന്നെ 6000 പ്ലസ് വാക്കൻസീസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുമുണ്ട്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഇതിപ്പം ഓൾ ഇന്ത്യ വാക്കൻസിയിലാണ് ഇങ്ങനെ വരുന്നത് അല്ലേ. പിന്നെ എന്താണ് സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്ന SSB പോസ്റ്റിംഗ്, SSBയിലും അത്യാവശ്യം വാക്കൻസി പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ITBP ആണ് വരുന്നത്. അപ്പം BSF അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, പറ്റുന്നുള്ളവരാണെങ്കിൽ CISFോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ CRPFോ കൊടുക്കാൻ നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, BSF വയ്ക്കുക. ITBP എന്ന് പറഞ്ഞാലും ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ആണ്. ടിബറ്റൻ ബോർഡറിൽ ചൈന പോലെയുള്ള മ്യാൻമാർ ആ ഒരു നേപ്പാൾ റീജിയനിലൊക്കെയാണ് ബോർഡർ ഫോഴ്സിങ് വരുന്നത്. അതും 2500 വാക്കൻസീസ് മെയിൽ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം എന്താണ് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഫീമെയിലിനെയും മെയിലിനെയും സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതും എന്താണ് ഫീമെയിലിനുണ്ട്. അപ്പോൾ ഫീമെയിൽ കാറ്റഗറിക്കാണെങ്കിൽ ഈ ശരി കിട്ടിക്കുന്ന വാക്കൻസി ലിസ്റ്റ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം CISF കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ITBP കൊടുത്തിട്ട് BSF കൊടുക്കാം. ആ ഒരു രീതിക്ക് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. അതുപോലെ മെയിലിനാണെങ്കിൽ ഈ ഒരു ഇത്രയും ഫീൽഡും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വെക്കാം. ഇനി വരാൻ പോകുന്ന അടുത്ത സെക്ഷനാണ് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം വാക്കൻസീസ് കുറവായിട്ട് വിളിച്ചിരിക്കുന്നത്. ആ ഒരു സെക്ഷനാണ്. ഇപ്പോൾ ആസാം റൈഫിൾസിന് മെയിലിന് 1000 ഉണ്ടെങ്കിലും അതൊരു കുറവ് തന്നെയാണ്. ഫീമെയിലിന് പിന്നെ വലിയ ഇതായിട്ടില്ല. SSFനും വലിയ ഇതില്ല. സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയും. NCB നർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡാണ്. അതിനും അത്യാവശ്യം വാക്കൻസീസ് കുറവായിട്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറൻസ് ആയിട്ട് ഇതൊന്നും നമുക്ക് പ്രിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ ലാസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ വാക്കൻസി ഉള്ളതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. BSFനാണ് ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് CRPFനാണ്. CRPF കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് CISF. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ITBP വന്നതിന് ശേഷം SSBയും വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഫീമെയിൽസ് ആണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള CISF ഫസ്റ്റ് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ സെക്ഷൻ വൈസ് ഉള്ള കട്ട് ഓഫ് ശ്രദ്ധിക്കുക കേട്ടോ. സെക്ഷൻ വൈസ് കട്ട് ഓഫ് അല്ല, സെക്ഷൻ വൈസ് ആയിട്ടുള്ള വാക്കൻസീസ് ശ്രദ്ധിക്കുക. അതും എന്ത് തന്നെയാണ് BSF, CISF, CRPF ഒക്കെ തന്നെയാണ് അവിടെയും കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. ITBP ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം URൻ്റെ മെയിൽ കാറ്റഗറി ആണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ എവിടെ കൊടുക്കുക, 5563 വാക്കൻസീസ് ആണ് BSFന് വന്നിട്ടുള്ളത്. അതേസമയം OBCക്ക് അവിടെ 2000 വാക്കൻസീസേ ഉള്ളൂ. ഓക്കെ, SCക്ക് ആണെങ്കിൽ 2000 വാക്കൻസീസ് പ്ലസ് ഉള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. CISF ആണെങ്കിൽ പിന്നെ എന്താണ് OBCക്ക് 1400, അതുപോലെ തന്നെ നമ്മുടെ CISFന് മെയിൽ കാറ്റഗറിക്ക് 2720 വാക്കൻസി ഉണ്ട്. അവിടെയും നോക്കിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ആദ്യം നിൽക്കുന്നത് BSF ആണ് കേട്ടോ. ആദ്യം നിൽക്കുന്നത് BSF ആണ്. OBCയുടെ കാര്യം എടുത്താലും UR കാറ്റഗറി എടുത്താലും BSF ആണ് മുൻപിൽ നിൽക്കുന്നത് മെയിൽ കാറ്റഗറിയിൽ. ഫീമെയിൽ കാറ്റഗറിയിലാണെങ്കിൽ ഫീമെയിൽ കാറ്റഗറി ഇതല്ല, ഇത് മെയിലിൻ്റെ തന്നെ കാറ്റഗറിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ UR മെയിൽ കാറ്റഗറിയിൽ OBCക്കും CRPFനാണ് പിന്നെ എന്ത് ചെയ്യുന്നത് വാക്കൻസി ലിസ്റ്റ് കൂടുതൽ വിളിച്ചിട്ടുള്ളത്. അപ്പം CRPFും BSFും ആണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അത് തന്നെ ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, BSF എന്തായാലും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, അത്യാവശ്യം നല്ല പണിയാണ്. അത് മാക്സിമം നിങ്ങളൊന്ന് ബാക്ക് അടിച്ചിട്ട് ആദ്യത്തേക്ക് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. CISF പോലെയുള്ള CSF അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കൻസീസ് ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 2700 സംതിങ് ഉണ്ട്. നമ്മുടെ CISF OBCക്ക് ആണെങ്കിൽ 1400 ഉണ്ട്. അത് നിങ്ങൾ നോക്കി തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് CISFും പിന്നെ SSB എന്ന് പറയുന്നതും അത്യാവശ്യം സേഫ് ആണ്. പക്ഷേ വാക്കൻസീസ് കുറച്ച് കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. റിസ്ക് എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് കയറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാത്തവർ എന്ത് ചെയ്യുക, CRPF അത് കഴിഞ്ഞിട്ട് BSF ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക. ITBP അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. ഇത് ITBPയുടെയാണ്. ITBPക്ക് 1191 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട് UR കാറ്റഗറിക്ക്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോബി തന്നെയാണ്. ഓക്കെ ആണോ? അപ്പം മെയിൽ കാറ്റഗറിയുടെ വാക്കൻസിയും കൂടെ നോക്കിയിട്ട് ആസാം റൈഫിൾസിൻ്റെ ഒക്കെ വാക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്, EWS കാറ്റഗറി ഉൾപ്പെടെയുള്ള കേട്ടോ. വേറെ ഒന്നിനും നിങ്ങൾ SSFനും അതുപോലെ തന്നെ NCBക്കും വലിയ വാക്കൻസീസ് പറയുന്നില്ല. ഈ 3 എണ്ണത്തിനും വാക്കൻസി വലുതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫീമെയിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്ക് വന്നിരിക്കുന്നത് എവിടെ തന്നെയാണ്, BSFലും അതുപോലെ CISFനുമാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഈ BSFന് UR കാറ്റഗറിക്ക് 900 വാക്കൻസീസ് അത്രേ വരത്തുള്ളൂ. ഫീമെയിലിന് എപ്പോഴും ഈ ഒരു പോസ്റ്റിലേക്ക്, ആർമി പോസ്റ്റിങ്ങിലേക്ക്, അതായത് ഈ പറയുന്ന പോലെ SSC/GDയിലേക്ക് വാക്കൻസീസ് പൊതുവെ എപ്പോഴും കുറവായിട്ടേ വരാറുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഫീമെയിലിൻ്റെ ടോട്ടൽ വാക്കൻസീസ്
BSF എല്ലാം കൂടെ 2300 സംതിങ് അത്രേ വരുന്നുള്ളൂ. അതിൽ തന്നെ 900 എന്തിനുണ്ട്, UR കാറ്റഗറിക്ക് ഉണ്ട്. OBCക്ക് എത്രയുണ്ട്, 510 വാക്കൻസീസ് ഉണ്ട്. അതുപോലെ CISFനാണെങ്കിൽ OBCക്ക് 156 വാക്കൻസീസും UR കാറ്റഗറിക്ക് 308 വാക്കൻസിയും ഉണ്ട്. ഇതുപോലെ തന്നെയാണ് പറയുന്നത്. SSBക്ക് ഒന്നും ഫീമെയിലിന് കാറ്റഗറൈസേഷനേ ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫീമെയിൽസ് വെക്കുമ്പോൾ ഫസ്റ്റ് CISF കൊടുക്കുക, പിന്നെ CRPF കൊടുക്കുക, പിന്നെ BSF കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വയ്ക്കുക ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കേട്ടോ. ഇഷ്ടമാണ് ആ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഓക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം പഠിച്ചൊക്കെ കയറിയതിന് ശേഷം പിന്നെ നമുക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു മൈൻഡ് തോന്നരുത്. എന്തായാലും കുറച്ച് റിസ്ക് ഫാക്ടറുള്ള ജോബാണ് SSC GD എന്ന് പറയുന്നത്. അത്ര സുഖമായിട്ടുള്ളൊരു ജോലിയല്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എൻ്റെ ട്രെയിനിങ് സെഷൻ ആയാലും എല്ലാം അതിൻ്റേതായ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഫീമെയിൽ കാറ്റഗറീസ് എന്ത് ചെയ്യേണ്ടത്, ഇതിനൊക്കെ വയ്ക്കാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ITBP, AR, അസം റൈഫിൾസ്, SSF, NCBക്കൊക്കെ വളരെ കുറച്ച് വാക്കൻസീസ് ആണ്. പിന്നെ ITBPക്കും അത്യാവശ്യം 224 വാക്കൻസീസ് UR കാറ്റഗറിക്ക് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ UR കാറ്റഗറി കൊടുക്കുന്നവരാണെങ്കിൽ ITBPക്ക് കൊടുക്കുന്നതും നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അത്ര അറിയുക. അപ്പോൾ എന്ത് ചെയ്യുക, SSC GDക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇനി കേരളയുടെ സ്റ്റേറ്റ് വൈസ് വാക്കൻസീസ് നോക്കണം. അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണ്ടേ. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പാറ്റേണിൽ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസ്സസ് കണ്ടു തുടങ്ങണം. നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, 3 മാസമൊക്കെ ടൈമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. 2024 SSC GD റിസൾട്ട്, റണ്ണിങ് ഇതെല്ലാം ഉടനെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ അവർ നടത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ പാറ്റേണിൽ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും GK ഒക്കെ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കൻസിയിലുള്ളിൽ തന്നെ കയറി ഒരു ജോലി നേടാവുന്നതാണ്. ഇനി ഓരോ വർഷം കഴിയുന്നതോറും എന്ത് സംഭവിക്കൂടാ, നമ്മുടെ വാക്കൻസി ലിസ്റ്റിങ്ങും കുറഞ്ഞേ വരത്തുള്ളൂ. ഈ പറയുന്ന പോലെ വാക്കൻസീസ് ഒന്നും പിന്നെ അങ്ങോട്ട് കാണത്തില്ല. അപ്പം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ച് കയറാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മുടെ ക്ലാസ്സസ് ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ എപ്പോഴായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ, കാരണം വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസും കണ്ട് തീർക്കാവുന്നതാണ്. യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ നേരിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ GD അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇപ്പം തന്നെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോൺടാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്തോളുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് സ്റ്റേറ്റ് വൈസ് കേരളയുടെ വാക്കൻസിയാണ്. കേരളയുടെ വാക്കൻസി ഒന്നും കണ്ട് ആരും ഞെട്ടിപ്പോകരുത്. നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. കേരള വാക്കൻസീസ് ഒക്കെ വിളിക്കുന്നത് ഈ ഒരു ലെവലൊക്കെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എക്സ്ക്ലൂഡിങ് നക്സൽ ഏരിയയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഏരിയ, നോർമൽ റീജിയനും ഉണ്ട്. നക്സൽ ഏരിയയ്ക്കും സെപ്പറേറ്റ് ഇത് വിളിക്കാറുണ്ടല്ലോ, പ്രത്യേക ഒരു ഇത്ര പൊസിഷനിങ് എന്ന് പറഞ്ഞ് നമുക്ക് വാക്കൻസി വിളിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ കേരളയുടെ നോക്കിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് കേരളയുടെ മാത്രം അറിഞ്ഞാൽ പോരെ? ഓക്കെ അല്ലേ? കേരളയുടെ മാത്രം ഒന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, എക്സ്ക്ലൂഡിങ് നക്സൽ മിലിറ്റൻസി BG ഇങ്ങനത്തെ എന്തെങ്കിലും അഫക്റ്റഡ് ഏരിയാസ് ഉണ്ടല്ലോ, നക്സൽ ഏരിയ പാലക്കാട് പോലെയുള്ള ആ പ്ലേസസിലെ ഏരിയാസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ് ഈ പറയുന്നത് കേട്ടോ. എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കേണ്ടത് കേരളയുടെയാണ്. വാക്കൻസീസ് കണ്ട് ഞെട്ടരുത്. നമുക്ക് ഈ വാക്കൻസി അല്ലെങ്കിൽ എവിടെ ഉണ്ട്, ഓൾ ഇന്ത്യ വാക്കൻസിയിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഓക്കെ, ആദ്യത്തെ ബെസ്റ്റായിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും കേരളയിലൊക്കെ വിളിക്കുന്നത്. വേണ്ട, നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ CISF ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എയർപോർട്ട് എവിടെയൊക്കെ ഉണ്ട്, പലയിടത്തും ഉണ്ടല്ലോ. ആ എയർപോർട്ടിൽ എവിടെയെങ്കിലും കിട്ടിയാൽ പോലെ, നമുക്കൊരു ജോലിയല്ലേ പ്രധാനം. അത് തന്നെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്തായാലും കേരളയിൽ കിട്ടത്തില്ലല്ലോ. ദൂരെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ ബോർഡർ ഏരിയാസിലേ കിട്ടത്തുള്ളൂ. അപ്പം അതൊക്കെ അറിയാമല്ലോ. ഇപ്പം കേരളയുടെ വാക്കൻസീസ് തന്നെ കണ്ട് നമ്മൾ ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് കേരളയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും BSF നമുക്ക് വന്നിട്ടുള്ളത്. BSFൻ്റെ വാക്കൻസി കേരളയ്ക്ക് വന്നിട്ടുള്ളത് കണ്ടോ. കേരള റീജിയനിൽ 184 വാക്കൻസി വിത്തൗട്ട് നക്സൽ ഏരിയ ആണ് കേട്ടോ. നക്സൽ ഏരിയയ്ക്ക് സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ BSFൻ്റെ വാക്കൻസീസ് നോർമൽ ഏരിയയ്ക്കുള്ളത്, കേരളയ്ക്കുള്ളത് 184 വാക്കൻസി. അതിൽ UR കാറ്റഗറിക്ക് 96 വാക്കൻസിയും അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 50 വാക്കൻസിയുമാണ്. ഓക്കെ, ആ ഒരു രീതിക്കാണ് പോകുന്നത്. 184 വാക്കൻസീസേ BSFന് കൊടുത്തിട്ടുള്ളൂ കേരളയിൽ. കാരണം ഇവിടെ ബോർഡർ സെക്യൂരിറ്റിയുടെ കാര്യമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം.
എന്തായാലും CISFന്റെ വാക്കൻസി അവിടെ വരുന്നത് കണ്ടോ, 89 വാക്കൻസി. CISFന് 89 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതെന്താണ്, മെയിലിന്റെ പട്ടികയാണ് കേട്ടോ, മെയിൽ കാറ്റഗറിയാണ്. മെയിൽ കാറ്റഗറി വാക്കൻസിയാണ് ഈ പറയുന്നത്. ഇത് കണ്ടോ, ടെൻറ്റേറ്റീവ് വാക്കൻസീസ് ഓഫ് SSC GD കോൺസ്റ്റബിൾ മെയിൽ എക്സാം 2024 എക്സ്ക്ലൂഡിങ് നക്സൽ മിലിറ്റൻസി. ആ നക്സൽ ഏരിയയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മെയിൽ കാറ്റഗറിയാണ്. അപ്പോൾ മെയിൽ കാറ്റഗറിക്ക് നമുക്ക് BSFന് തന്നെ എത്രയുണ്ട്, കേരളയ്ക്കാണെങ്കിൽ 181 ഇത് കാണുന്നുണ്ടോ, കേരളയ്ക്കാണെങ്കിൽ 184 വാക്കൻസീസ് BSFന്. CISFനാണെങ്കിൽ എത്രയുണ്ട്, 89 വാക്കൻസി. അത് കഴിഞ്ഞ് നമ്മുടെ CRPFനാണെങ്കിൽ എത്രയുണ്ട്, 156 വാക്കൻസീസ്. ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന കർണാടകയ്ക്ക് വീണ്ടും ഉണ്ട്, നമ്മളെക്കാളും ഉണ്ട്. അതൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു വാക്കൻസീസ് ഒന്നും കണ്ടിട്ട് ആദ്യത്തെ നല്ല മാർക്ക് വാങ്ങിക്കുന്നവർ കേരളയിൽ തന്നെ ജോലി ചെയ്യും. അല്ലാത്തവരൊക്കെ നമ്മൾ എവിടെ കിട്ടും, ഒന്നീ കർണാടകയിൽ കിട്ടും, ഡൽഹിയിൽ കിട്ടും, ആസാമിൽ കിട്ടും, അരുണാചൽ പ്രദേശ്. നമ്മൾ ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് തന്നെ വിചാരിച്ച് തന്നെ പോകണം. കുറച്ച് നാളത്തേക്ക് നമ്മൾ മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി അല്ലേ. എന്തായാലും ട്രെയിനിങ് നമുക്ക് പുറത്തായിരിക്കും. അപ്പോൾ അത് ആലോചിക്കുക നിങ്ങൾ. അപ്പോൾ കേരളയുടെ വാക്കൻസി നോക്കുകയാണെങ്കിൽ 184, 89, 156 ഇങ്ങനെ വന്നിട്ട് നമുക്ക് വരുന്ന വാക്കൻസി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞത് 492 വാക്കൻസീസ് ആണ് കേട്ടോ. 492 ആണോ ഈ കാണുന്നുണ്ടോ, കേരളയുടെ വാക്കൻസി ലിസ്റ്റിംഗ്. ഇത് നക്സൽ ഏരിയയുടെയാണ്, ഇത് നക്സൽ ഏരിയയുടെയാണ്. കേരളയുടെ വാക്കൻസി ലിസ്റ്റിംഗ് 184, ലാസ്റ്റ് വന്നിട്ട് 492 വാക്കൻസീസാണ് കേട്ടോ. 492 വാക്കൻസീസാണ് വരുന്നത്. ഓക്കെ, 492 വാക്കൻസീസ് നമ്മുടെ ആർക്കുണ്ട്, കേരളയ്ക്കുണ്ട്. കേരളയ്ക്ക് 492 വാക്കൻസിയാണ് മെയിൽ കാറ്റഗറിക്ക് വിത്തൗട്ട് നക്സൽ ഏരിയ വരുന്നത്. 492 വാക്കൻസി. നമ്മുടെ മുകളിൽ കിടക്കുന്ന കർണാടകയ്ക്ക് വീണ്ടും വാക്കൻസി ഉണ്ട്, പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കുള്ളത് 492 വാക്കൻസിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. കേരളയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും നമുക്ക് വരുന്നത് കണ്ടോ. ഇതിലൊന്നും ഒന്നുമില്ല, SSFനും NCBക്കും ഒന്നും നമുക്ക് വാക്കൻസീസ് ഒന്നും അവർ അലോട്ട് ചെയ്തിട്ടുകൂടിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 492 വാക്കൻസീസാണ് വരുന്നത് കേട്ടോ. 492 വാക്കൻസീസാണ് നമ്മുടെ കേരള കട്ട് ഓഫ് റീജിയനിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നക്സൽ ഏരിയയുടെ നോക്കാം. നക്സൽ ഏരിയയുടെ നോക്കാം. നക്സൽ ഏരിയ ആണെങ്കിൽ കേരളയുടെ എവിടെയാണ് വരുന്നത്, കേരളയുടെ വരുന്നത് 119 തൊട്ട് തുടങ്ങിയിട്ട് ഏകദേശം 315 വാക്കൻസി കേട്ടോ. 315 വാക്കൻസിയാണ് ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്. അത് OBCക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കോ 86 വാക്കൻസി. അതുപോലെ 162 വാക്കൻസി UR കാറ്റഗറിക്ക് തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്, നക്സൽ ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നക്സലിലും മെയിൽ കാറ്റഗറിക്ക് അത്യാവശ്യം നല്ല വാക്കൻസീസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കി സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാക്കൻസി കുറവായിട്ട് തോന്നും. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ബാക്കി പ്ലേസസിന് തന്നെയായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമുക്കിപ്പോൾ ഇവിടെ എത്ര മനസ്സിലാക്കിയാൽ മതി, 315 വാക്കൻസി ഇവിടെയും 492 വാക്കൻസീസ് മെയിൽ കാറ്റഗറിക്ക് എവിടെയോ ഉണ്ട്, നമ്മുടെ ജനറൽ ഏരിയാസിനും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഫീമെയിലിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. ഫീമെയിലിനൊക്കെ വളരെ കുറവാണെന്ന് തോന്നിപ്പോവും. അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. നമുക്ക് ഇതായണ്ടോ ഫീമെയിലിൻ്റെ വാക്കൻസിയാണ് കോൺസ്റ്റബിൾ GD ഫീമെയിൽ എക്സാം എക്സ്ക്ലൂഡിങ് നക്സൽ ഏരിയ. നക്സൽ ഏരിയ ഇല്ലാതെ തന്നെ ഫീമെയിലിൻ്റെ വാക്കൻസി നോക്കുമ്പോൾ കേരളയ്ക്ക് വരുന്നത് 32 വാക്കൻസിയാണ് BSFന് വരുന്നത്. അത് കഴിഞ്ഞ് CISF നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന CISFന് ആകെ 10 വാക്കൻസിയെ കേരളയിൽ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കേണ്ട, 10 വാക്കൻസിയേ ഉള്ളൂ. CRPFന് 4 വാക്കൻസിയേ ഉള്ളൂ. അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് എത്ര വാക്കൻസി ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, ഗ്രാൻഡ് ടോട്ടൽ 54 വാക്കൻസീസേ ഉള്ളൂ. ഓക്കെ, 54 വാക്കൻസീസേ ഉള്ളൂ. അതിൽ 15 എണ്ണം നമുക്ക് എന്താണ്, OBC UR കാറ്റഗറിക്ക് 30 വാക്കൻസി. ഇങ്ങനെ തന്നെയാണ് വാക്കൻസി ലിസ്റ്റിംഗ് വരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കേരളയുടെ വാക്കൻസി നോക്കിയിട്ടൊന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ്, കേരളയിൽ അത്ര വാക്കൻസി അവർ വിളിക്കാറുള്ളൂ. നമുക്ക് ഓൾ ഇന്ത്യ കട്ട് ഓഫ് റേഞ്ചിലായിരിക്കും നമ്മൾ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മാർക്ക് മേടിക്കണം. നമ്മൾ ഓടിയെടുക്കുന്ന മാർക്കല്ല, നമ്മൾ റിട്ടേണിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നക്സൽ ഏരിയയിലും സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. നക്സൽ ഏരിയയിലായാലും ഇതിപ്പോൾ എന്താണ്, എക്സ്ക്ലൂഡിങ് നക്സൽ ഏരിയ ആണ് എത്ര വാക്കൻസി നമുക്കുള്ളത്, 54 വാക്കൻസീസ് നമുക്കുള്ളത്. എക്സ്ക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ആയിട്ടുള്ളത് ഓക്കെ. ഇനി നക്സൽ ഏരിയയിലാണെങ്കിൽ നിങ്ങൾ നോക്കിയേ 21 വാക്കൻസി BSFന് തന്നെ അവിടെ ഉണ്ട്. അപ്പം ഗ്രാൻഡ് ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 34 വാക്കൻസിയാണ് കേരളയ്ക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് അവിടെ ഉള്ളത്.
കർണാടക റീജിയണിന് നക്സൽ ഏരിയ ഇല്ല, അതുകൊണ്ടാണ് കേരള റീജിയണിൽ എത്രയുണ്ട് 34 വാക്കൻസി ടോട്ടൽ എന്തിനാണ് ഫീമെയിൽ കാറ്റഗറിയിലുള്ള നക്സൽ ഏരിയാസിനുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഫീമെയിൽസിന് ചെയ്യാൻ പറ്റുന്ന മെയിൽ കാറ്റഗറിക്ക് 100-ന് ഇപ്പം 160-നാണെങ്കിൽ ഒരു 100 റേഞ്ചിന് പഠിക്കുക. അതേസമയം ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ കുറച്ചും കൂടെ ഹയസ്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അതായത് ഒരു 130 മാർക്കോളം നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വാക്കൻസി ഇങ്ങനെ വരത്തുള്ളൂ. ഇത് വാക്കൻസി കാണിച്ചു തന്നത് തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ കട്ട് ഓഫിലായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ കട്ട് ഓഫ് വരുമ്പോൾ ബാക്കി റീജിയനിലെ എന്തുണ്ട് ആൾക്കാർ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അതിനനുസരിച്ച് പഠിക്കാനായിട്ടാണ് നോക്കേണ്ടത്. നമുക്കൊരു 100 എബോവ് മാർക്ക് ഫീമെയിൽസിന് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്ന് തന്നെ ചിന്തിച്ചാൽ മതി. ഓട്ടോ ഒക്കെ പിന്നെ ഉള്ള കാര്യമാണ്. നമുക്ക് റിട്ടേണിൽ ഇത്ര മാർക്ക് മേടിക്കണം, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്തെടുക്കേണ്ടത്. മെയിൽ കാറ്റഗറിക്ക് ആയാലും 492 വാക്കൻസി എന്ന് പറയുന്നത് ചെറുതല്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് ഒക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. മെഡിക്കലൊക്കെ നമുക്ക് വലിയ സീരിയസ് ആണെന്ന് തോന്നുമെങ്കിലും അതിനേക്കാളും മുന്നേ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഒരു മെയിൻ ഇത് കടമ്പയെന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റാണ്. ആ റിട്ടേൺ ടെസ്റ്റിൽ നല്ലൊരു മാർക്ക് മേടിച്ച് നിങ്ങൾ സേഫ് ആവാൻ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് നോക്കുക. ഈ ഒരു വർഷം SSCGD 2025 എല്ലാവരും കയറാനുള്ള എല്ലാ എന്ത് കാണിക്കണം, ചാൻസസ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്